Brutus. Cassius. സീസറിന്റെ ഭാര്യ കൽപൂർണിയ. പ്രിയമുള്ള റോമാ പൗരന്മാരെ, നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിന് മുന്നിൽ ഞാനിതാ ശിരസ് നമിക്കുന്നു. റോമാ സാമ്രാജ്യം ലോകമെങ്ങും വ്യാപിക്കുകയാണ്. സീസറിന്റെ പ്രിയ സ്നേഹിതന്മാരായ അന്റോണിയോസും ബ്രൂട്ടസും എന്നോടൊപ്പം നിലകൊള്ളുന്നു എന്നത് എന്റെ ധൈര്യം വർദ്ധിപ്പിക്കുന്നു. എന്റെ പ്രിയ സ്നേഹിതൻ അന്റോണിയോസ് നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. പ്രിയമുള്ള റോമാ പൗരന്മാരെ, മഹാനായ സീസറെ പ്രശംസിക്കാനല്ല എന്റെ ഈ വാക്കുകൾ. പ്രശംസ ഇഷ്ടപ്പെടാത്ത ആളാണ് സീസർ. സീസർ മഹാനായ യോദ്ധാവാണ്. സീസറേക്കാൾ ശക്തനായ യോദ്ധാവായി ഈ ഭൂമിയിൽ ആരും ഉണ്ടാകില്ല, ഇനി ഉണ്ടാവുകയുമില്ല. അതിന്റേതായ അഹങ്കാരം അദ്ദേഹത്തിനില്ല എന്ന് ആ മുഖത്ത് നോക്കിയാൽ അറിയാം. സീസർ മഹാനാണ്, പ്രശംസ ഇഷ്ടപ്പെടാത്തവനാണ്. പ്രഭു, ഈ ബ്രൂട്ടസ് അങ്ങെ പരിഹസിക്കുകയാണ്. ഇല്ല കൽപൂർണിയ, ബ്രൂട്ടസ് എന്റെ പ്രിയ സുഹൃത്താണ്. എന്നെ ഉപദേശിക്കാനും ശാസിക്കാനും അവകാശമുള്ളവൻ. എന്നേക്കാൾ ശക്തനായ യോദ്ധാവും ബുദ്ധിമാനുമാണവൻ. പറയൂ ബ്രൂട്ടസ്. പുകഴ്ത്തലുകൾ ഇഷ്ടപ്പെടാത്ത ഒരു ഭരണാധികാരിയും ലോകത്തിനുണ്ടായിട്ടില്ല. പുകഴ്ത്താൻ കഴിയാത്തവർ ഭരണാധിപൻ അഭിമതനാകും. സീസറിന് ബ്രൂട്ടസ് സുഹൃത്താണ്, എന്നും എപ്പോഴും. തുടരാം. എങ്കിൽ ബ്രൂട്ടസിന്റെ അഭിപ്രായം ഇതാണ്: റോമാ സാമ്രാജ്യം ഒരു ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ വരാൻ പാടില്ല. അത് റോമൻ ജനതയുടെ ജനാധിപത്യത്തിനെതിരെയുള്ള തീരുമാനമായിരിക്കും. പറയൂ ബ്രൂട്ടസ്. സീസർ, താങ്കൾ ഇപ്പോൾ ജനങ്ങളുടെ ആരവത്തിൽ സ്വയം മറന്നു നിൽക്കുകയാണ്. അങ്ങയെ രാജാവായി വാഴിക്കാൻ ആന്റോണിയോസ് ഉൾപ്പെടെയുള്ള പാദസേവകർ തീരുമാനിക്കുന്നു. ബ്രൂട്ടസ്, അന്റോണിയോസ് നിന്നെ പോലെ തന്നെ എനിക്കൊരു സുഹൃത്താണ്, പാദസേവകനല്ല. പാദസേവയുടെ പേരിൽ സീസർ ധർമ്മം വെടിയുന്നു എന്നല്ലേ നീ പറഞ്ഞതിനർത്ഥം? ഞാൻ പറഞ്ഞില്ലേ, ബ്രൂട്ടസ് അങ്ങെ പരിഹാസം കൊണ്ട് പ്രഹരിക്കുകയാണ്. നീയോ ബ്രൂട്ടസ്? സുഹൃത്തെ, നിനക്കെന്നെ കൊല്ലാമെങ്കിൽ ഞാനിതാ മരിച്ചു വീഴുന്നു. ഇതേതാ സ്ഥലമെന്ന് മനസ്സിലായോ? ശരിക്കും നോക്കിയേ, മനസ്സിലായോ? അവസാനം വരുവനേ ഉള്ളൂ. ആരാണ് എന്നെ ചതിച്ചത്? ഇന്ത്യൻ പീനൽ കോഡിന് പരാലിസിസോ?
എന്റെ വധശ്രമത്തിന്റെ നിയമം അവർക്ക് വെഞ്ചാമരം വീശുന്നുവോ? എന്റെ കൊലപാതകയെ ഞാൻ കണ്ടുപിടിക്കും. ആരാണവർ? അവരെന്റെ മുന്നിൽ വന്ന് പറയും, ഞാനാണിവിടെ അന്വേഷണ ഉദ്യോഗസ്ഥനും ന്യായാധിപനും. ഞാൻ വിധി പറയും. ഭർത്താവ് മദ്യം മനസ്സിൽ കാണുമ്പോ ഭാര്യ അത് മാനത്ത് കാണും. എല്ലാം മണത്തറിയുന്ന എന്റെ ഭാര്യ. എന്തൊക്കെ ചെയ്തെന്നാൽ നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. അപ്പുറത്ത് പുതിയതായി താമസത്തിന് വന്ന ഭാര്യ ഭർത്താക്കന്മാരെ കണ്ടുപഠിക്കണം. ഭർത്താവ് ജോലിക്ക് പോകും, ഭാര്യ കെട്ടിപ്പിടിച്ച ഉമ്മ, തിരിച്ചു വരുമ്പോ വീണ്ടും ഉമ്മ, പിന്നെ മടിയിൽ കിടത്തിയ ഉമ്മ. ആഹാ, അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് ചെയ്താൽ എന്താ? അതെ, ഇങ്ങോട്ട് വന്നേ. അതെ, എനിക്ക് ആ സ്ത്രീയെ നല്ല പരിചയമില്ല. പിന്നെ നിനക്ക് നിർബന്ധമാണെങ്കിൽ നീ എന്ന് അവരോട് പറയാൻ ഞാൻ അതുപോലെ ചെയ്തു കൊടുക്കാമെന്ന് പറയാം. ജൂലിയസ് സീസർ ഒരു പഠന വിഷയമാക്കാണി. സീസറിനും ബ്രൂട്ടസിനും അറിയപ്പെടാത്ത ഒരു ആത്മബന്ധത്തിന്റെ കഥയുണ്ടാകണമെന്നാണ് എന്റെ ചിന്ത. ബ്രൂട്ടസ് സീസറെ അവസാനം കുത്തുകുത്തുമ്പോൾ, നീയോ ബ്രൂട്ടസ്, സുഹൃത്തെ, നിനക്കെന്നെ കൊല്ലാമെങ്കിൽ ഞാനിതാ മരിച്ചു വീഴുന്നു. അവിടെ ഒരു അന്വേഷണമാകാം. ആത്മബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സീസറിന്റെ ആ വാക്കുകൾക്ക് 1000 അർത്ഥമുണ്ട്. ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ, അതിലുപരി സാഹോദര്യത്തിന്റെ, ഒരു ദേശസ്നേഹത്തിന്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. നന്നാകും. ആനമയിലൊട്ടോ കരങ്ങളെ തെറ്റ് പ്രേക്ഷകനെ കബളിപ്പിച്ച് നാടകം പറ്റിയിരിക്കുമ്പോ എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എന്തിനാ നമുക്ക് ഈ നാടകത്തോട് ഇത്ര പ്രതിബദ്ധതയാണ്. കാലത്തെ അതിജീവിക്കണം കലാസൃഷ്ടികൾ. കലയ്ക്ക് സമൂഹത്തോട് പ്രതിബദ്ധത ഉണ്ടാകണം. കലാകാരന് കലയോട് പ്രതിബദ്ധത ഉണ്ടാകണം. ആരാ? പിജിയുടെ പുതിയ നാടകത്തിൽ അഭിനയിക്കാൻ വരാൻ പറഞ്ഞു. ഓഹോ, അതാണ് ഈ അവതാരം. നിങ്ങളും അഭിനയിക്കാൻ വന്നതായിരിക്കും. അതെ അതെ അതെ. ജീവിക്കാൻ വേറെ ഒരു മാർഗവും ഇല്ല. നാടകത്തിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയാൽ ഭാഗ്യം. പിജിയെ പോലൊരു വലിയ കലാകാരന്റെ ശിഷ്യനാകാൻ കഴിയുന്നത് മഹാഭാഗ്യമല്ലേ? ഇന്റർവ്യൂ ഉണ്ടാവൂ? അത് പറയാൻ പറ്റില്ല. ഈ PG ഒരു വൃത്തികെട്ടവനാ. അത് ശരിയാ. സ്ത്രീ വിഷയത്തിൽ അയാൾ പരമനാറിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സമൂഹത്തിലെ അനീതിയും അക്രമവും കാണുമ്പോൾ എന്റെ കൈ തരിക്കും. അപ്പൊ എനിക്ക് ആരെയെങ്കിലും തല്ലണം. തല്ലുകൊള്ളാൻ തമിഴത്തിമാരെ പോലെ സകലശേഷിയുള്ള സ്ത്രീകൾ വേറെ ഇല്ല സാർ. ചെണ്ടിട്ട ചെമ്പകപ്പൂവേ എന്തേ എന്താണിങ്ങനെ നാണം? ഹേ, എന്താണിങ്ങനെ നാണം? ചെണ്ടിട്ട ചെമ്പകപ്പൂവേ എന്തേ എന്താണിങ്ങനെ നാണം? ഓയ്, എന്താണിങ്ങനെ നാണം? കണ്ടോ കണ്ടോ വിണ്ട നിലക്കഥ മാമഴപ്പെട്ടിന്റെ പൂരം. കണ്ടോ കണ്ടോ വിണ്ട നിലക്കഥ മാമഴപ്പെട്ടിന്റെ പൂരം. പൂവിനു കാണാൻ സൂര്യവെളിച്ചം താഴൂ. പൂവിനു കാണാൻ സൂര്യവെളിച്ചം താഴൂ. 3 തവണ ഞാൻ സ്വപ്നം കണ്ടു അങ്ങേയാരോ കൊല്ലുന്നതായി. ഇന്ന് മാർച്ച് 15 ജോത്സ്യം സൂക്ഷിക്കണമെന്ന് പറഞ്ഞ ദിവസം. അങ്ങിന്ന് പുറത്തു പോകാൻ പാടില്ല. എന്നെ ഇന്ന് സെനറ്റ് രാജാവായി തീരുമാനിക്കുന്ന ദിവസമാണ്. സീസർ പോവുക തന്നെ ചെയ്യും. സർവശക്തനായ ദേവന്മാർ ഓരോ വ്യക്തിയുടെയും അന്ത്യം തീരുമാനിച്ചിട്ടുണ്ട്. അത് തടയാൻ സാധ്യമാണോ? അങ്ങയുടെ സ്നേഹിതൻ ബ്രൂട്ടസിനെ വിശ്വസിക്കരുത്. ഇന്നത്തെ ദുശകുനം അങ്ങറിഞ്ഞോ? അങ്ങയുടെ പ്രതിമയ്ക്ക് 100 മുറിവുകൾ, അതിലൂടെ നിലയ്ക്കാത്ത രക്തപ്രവാഹം. കുതിരകൾ ചത്തൊടുങ്ങുന്നു. നാടകത്തിന്റെ പേരും തന്റെ നാളും കൂട്ടി വായിക്കുമ്പോ അപകട സാധ്യത കൂടുതലാണ്. ഇവിടെ
ഒരു മരണം വരെ ഉണ്ടാകാം. എന്റെ ജീവൻ വേണമെന്ന വാശിയില്ല. ആചാരപ്രകാരം അച്ഛന്റെ ചിതയ്ക്ക് മകനാ തീ കൊളുത്തേണ്ടത്. കുട്ടായി, നീ നാടകം അവതരിപ്പിച്ചാൽ മരണമുണ്ടാകാമെന്ന് കണ്ണേത്ത് നാരായണ പിഷാരടി, കോടതിയിൽ സാക്ഷി പറഞ്ഞാൽ മരണം തീർച്ചയെന്ന് പാറമട മത്തായി. ഇതിൽ സത്യം പിഷാരടിയുടെ ഭാഗത്തോ അതോ പാറമട മത്തായിയുടെ ഭാഗത്തോ? നമ്മള് അന്ന് അവതരിപ്പിച്ച് മുഴുവിപ്പിക്കാത്ത നാടകം ഒന്നുകൂടി അവതരിപ്പിക്കണം. ആരാ 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 നിങ്ങൾ? ആരാ? ആരാ നിങ്ങൾ? ആരാ? ഓർമ്മയില്ലേ ബ്രൂട്ടസ്? മാർച്ച് 15. സീസറിന്റെ പ്രേതം. അതെ, നിന്റെ ഉറ്റമിത്രം സീസർ എന്നെ കുത്തിമലർത്തുമ്പോ ആശ്രയത്തിനായി നിന്റെ നേരെ ഞാൻ കൈനീട്ടി. എന്റെ നെഞ്ചിലേക്ക് നിന്റെ കടാര ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? യു ടു ബ്രൂട്ടസ്.